ബ്രെഡും മുട്ടയും പാലും വെച്ചിട്ട് ഒരു സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്കാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ ബൗളെടുക്കാം. വലിയ ബൗളെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസസ് ഇതിൽ ഡിപ്പ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് വലിയ ബൗളെടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിടുന്നു. അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു വിസ്കോ സ്പൂണോ ഫോർക്കോ യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിതിന് ആവശ്യത്തിന് മധുരം ആഡ് ചെയ്യാം. പൊടിച്ച ഷുഗറോ പൊടിക്കാത്ത ഷുഗറോ ആഡ് ചെയ്യാം. ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഉപയോഗിച്ചത്. 3 ടേബിൾ സ്പൂൺ പൗഡേർഡ് ഷുഗറാണ് ഉപയോഗിച്ചത്. പൊടിക്കാത്ത ഷുഗറാണെങ്കിൽ നമ്മൾ ഒത്തിരി നേരം മിക്സ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്യണം. വാനില എസൻസ് ആഡ് ചെയ്യുന്നത് എഗ്ഗിൻ്റെയൊക്കെ സ്മെല്ല് നന്നായിട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. വാനില എസൻസൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം 1 ഗ്ലാസ് മിൽക്ക് ഒഴിക്കുക. അപ്പം മിൽക്ക് നമുക്ക് ഈ തിളപ്പിച്ചതോ തിളപ്പിക്കാത്ത മിൽക്കോ ഉപയോഗിക്കാം. അതിന് ശേഷം പിഞ്ച് സോൾട്ട് ഇടുക. എന്നിട്ട് നമ്മളൊരു ഫ്രൈ പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്യണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ബാറ്റർ എടുത്തിട്ട് അതിലേക്ക് ഓരോ ബ്രെഡിൻ്റെ സ്ലൈസസ് ഇട്ട് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തിട്ട് പാനിലിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഓരോ സ്ലൈസസും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്യണം. ബ്രെഡ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രെഡ് പൊടിഞ്ഞു പോകാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. അപ്പം നമ്മളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിന് ശേഷം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം കുക്ക് ചെയ്യാൻ. ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ടാൽ ബ്രെഡ് പെട്ടെന്നങ്ങ് കരിഞ്ഞു പോകും. അതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ മറ്റേ സൈഡിൽ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബട്ടറൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് സ്പ്രെഡ് ചെയ്യാം. കുട്ടികൾക്ക് പോലും റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണത്. വലിയ ആളുകൾക്കായാൽ പോലും അധികം ഓയിലൊന്നും ചേരാത്ത നല്ല ഹെൽത്തി സ്നാക്കാണ്. ബ്രെഡൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ തീരുന്നത് വരെ നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് ഡിപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഈ ഒരു ബാറ്റർ കൊണ്ട് ഞാനിവിടെ 8 ബ്രെഡിൻ്റെ സ്ലൈസസ് ആണ് കിട്ടിയത്.
അപ്പോൾ ഈ ഫ്രഞ്ച് ടോസ്റ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.